ഖത്തറിലെ താഴ്ന്ന വേതനക്കാരായ പ്രവാസികൾക്ക് വേണ്ടി ഇന്ത്യൻ ഇസ്ലാമിക് അസോസിയേഷൻ, ഇന്ത്യൻ ഡോക്ടേഴ്സ് ക്ലബ്ബ്, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഖത്തർ എന്നിവ ചേർന്നാണ് 13ാമത് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. പ്രൈമറി ഹെൽത്ത് കെയർ കോർപ്പറേഷന്റെയും ഹമദ് മെഡിക്കൽ കോർപ്പറേഷന്റെയും രക്ഷാധികാരത്തിൽ നടക്കുന്ന ക്യാമ്പിന്റെ മുഖ്യ പ്രായോജകർ ടെലികോം സേവനദാതാക്കളായ ഉരീദുവാണ്. സാധാരണ പ്രവാസികൾക്ക് അപ്രാപ്യമായ വൈദ്യസഹായങ്ങൾ ലഭ്യമാക്കുകയാണ് ക്യാമ്പിന്റെ ലക്ഷ്യമെന്ന് മുഖ്യ സംഘാടകരായ ഇന്ത്യൻ ഇസ്ലാമിക് അസോസിയേഷൻ പ്രസിഡന്റ് KC അബ്ദുൽ ലത്തീഫ് പറഞ്ഞു. Many facilities which is not accessible for these expatriates in their country is available here in Doha, and what the medical camp is doing every year is ഏപ്രിൽ 11 രാവിലെ 7 മണിക്ക് ആരംഭിക്കുന്ന ക്യാമ്പിനോടനുബന്ധിച്ച് വിദഗ്ധ ഡോക്ടർമാർ നയിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകളും നടക്കും. ക്യാമ്പിലെത്തുന്ന രോഗികളിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന 2000 പേർക്ക് സൗജന്യ മരുന്നും വിദഗ്ധ ചികിത്സയും ലഭ്യമാക്കും. 2000 റിയാലിനു താഴെ വരുമാനമുള്ള തൊഴിലാളികളെയാണ് ഇതിനായി പരിഗണിക്കുക. ക്യാമ്പിന്റെ ഭാഗമായി നടക്കുന്ന മെഡിക്കൽ എക്സിബിഷനുമായി സഹകരിച്ച് ഖത്തറിലെ 6 സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും 1000-ലധികം വളണ്ടിയർമാരും സേവനമനുഷ്ഠിക്കും. ഇന്ത്യക്കാർക്ക് പുറമെ നേപ്പാൾ, ശ്രീലങ്ക, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള സാധാരണ തൊഴിലാളികളും ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മീഡിയ 1 ദോഹ.